നമസ്കാരം. ഞാനിപ്പോൾ കവിതാ തിയേറ്ററിൽ എറണാകുളം കവിതാ തിയേറ്ററിൽ ലൂസിഫറിൻ്റെ ന്യൂൺ ഷോ കണ്ട് പുറത്തിറങ്ങിയാണ്. ഫസ്റ്റ് ഡേ കാണുന്നത് ഭയങ്കരമായിട്ട് ആഗ്രഹം ഉണ്ടായിരുന്നു. ഒരുപാട് നാൾ ലൂസിഫർ എന്ന പേര് അനൗൺസ്മെൻറ്റ് ചെയ്ത് അന്ന് മുതൽ ലൂസിഫർ കാണണമെന്ന് ഭയങ്കരധികം ആഗ്രഹം ഉണ്ടായിരുന്നു. കാരണം നമ്മുടെ ലാലേട്ടൻ ഫാൻസിൻ്റെ അവരുടെ ഒരു കുത്തൊഴുക്ക് കാരണം ഇന്നലെ ടിക്കറ്റ് കിട്ടിയില്ല. അപ്പോൾ ഇന്നാണ് ടിക്കറ്റ് സംഘടിപ്പിച്ച് ലൂസിഫർ കണ്ടത്. ലൂസിഫർ എന്ന് പറയുന്നത് നമ്മുടെ എല്ലാവരെയും പ്രിയപ്പെട്ട പൃഥ്വിരാജ്, നമ്മുടെ എല്ലാവരും രാജുവേൻ്റെ ഫസ്റ്റ് ഡയറക്ടോറിയലാണ്. ലൂസിഫറിനെ സംബന്ധിച്ചിടത്തോളം പ്രതീക്ഷ എന്ന് പറയുന്നത് അപ്പോൾ അതിലധികം ഉണ്ടാവും. കാരണം പൃഥ്വിരാജിനെ പോലെ ഇത്രയും തിരക്ക് പിടിച്ചൊരു യങ് സൂപ്പർ സ്റ്റാർ ലാലേട്ടനെ പോലെ വലിയൊരാളെ വെച്ചിട്ട് ഇത്രയും വലിയൊരു ക്യാൻവാസിലൊരു സിനിമ ചെയ്യുമ്പോൾ അതിൻ്റെ പ്രതീക്ഷ ഒരുപാടുണ്ടാവും. ആശീർവാസിൻ്റെ ബാനറിൽ ആന്റണി പെരുമ്പാവൂർ നിർമ്മിച്ച് മലയാളികളുടെ ഏറ്റവും പ്രിയപ്പെട്ട നടൻ പൃഥ്വിരാജ് സുകുമാരൻ്റെ ആദ്യ സംവിധാന സംരംഭമാണ് ലൂസിഫർ എന്ന് പറയുന്നത്. അതും നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട മലയാളത്തിൻ്റെ അഭിമാനമായ നമ്മുടെ ലാലേട്ടനെ വെച്ചുകൊണ്ട്. ഒരുപക്ഷെ 19 വർഷങ്ങൾക്ക് മുമ്പ് മലയാള സിനിമ കണ്ട ഏറ്റവും വലിയ മാസ് മൂവിയായിരുന്നു നരസിംഹം. അന്ന് അത് തിയേറ്ററിൽ പോയി കാണാൻ കഴിയാതിരുന്ന ഒരു തലമുറയ്ക്ക് ഒരുപക്ഷെ ലൂസിഫർ വലിയൊരു ആശ്വാസമായിരിക്കും. അത്രയ്ക്കുണ്ട് ലൂസിഫറിൽ ലാലേട്ടനും അല്ലെങ്കിൽ പൃഥ്വിരാജ് എന്ന് പറയുന്ന സംവിധാനം നമ്മളോട് പറയാനായിരിക്കും. എങ്ങനെയുണ്ടായിട്ട് സിനിമ അടിപൊളി, ഒന്നും പറയാനില്ല. ലാലേട്ടൻ എങ്ങനെയുണ്ടായിരുന്നു? ഒന്നും പറയാനില്ല, മാസമായിരുന്നു. ഓക്കെ, താങ്ക് യു. ഇത് തന്നെയാണ് തിയേറ്ററിൽ നിന്ന് ഇറങ്ങുന്ന ഓരോ പ്രേക്ഷകൻ്റെ അഭിപ്രായം. ഒരുപക്ഷെ ലാലേട്ടൻ ഇത്രയും മാസമായിട്ട് അല്ലെങ്കിൽ ഇത്രയും ഒരു എന്താ പറയുക എനർജറ്റിക് ആയിട്ട് ഈ അടുത്ത കാലത്തും കണ്ടിട്ടില്ല. അത് വളരെ ഭംഗിയായിട്ട് പൃഥ്വിരാജ് എന്ന് പറയുന്ന ഒരു പുതുമുഖ സംവിധായകൻ്റെ ഒരു ഭാവത്വം ഇല്ലാതെ അത് വളരെ ഭംഗിയായിട്ട് അണിയിച്ചു തീർക്കാനായിട്ട് രാജുവിന് സാധിച്ചിട്ടുണ്ട്. പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം, ഇതിൻ്റെ സിനിമോട്ടോഗ്രാഫി ചെയ്തിരിക്കുന്ന സുജിത് വാസ്ദേവ്. നമുക്ക് എല്ലാവർക്കും സുപരിചിതനാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ ക്യാമറ വർക്ക് എന്ന് പറയുന്നത് ഒന്നും പറയാനല്ല, അടിച്ച് പൊളിയായിരുന്നു. ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ടായിരിക്കും ഒരുപക്ഷെ അനമോർഫിക് ലെൻസ് വെച്ച് ഒരു പടം ഷൂട്ട് ചെയ്യുന്നത്. ലൂസിഫറിലെ സംഗീതത്തെക്കുറിച്ച് എടുത്തു പറയേണ്ടതാണ്. കാരണം ഇതിലെ മ്യൂസിക് കൈകാര്യം ചെയ്തിരിക്കുന്നത് ദീപക് ദേവാണ്. ഏറ്റവും നല്ല മ്യൂസിക്കാണ് ലൂസിഫറിലേത്. ലൂസിഫറിലെ പശ്ചാത്തല സംഗീതം ഈ സിനിമയുടെ ഒരു കഥാപാത്രമായി ചിത്രത്തിലുടനീളം മുഴച്ചു നിൽക്കുന്നു. ഒരുപക്ഷെ ലാലേട്ടനെ കാണിക്കുന്ന ഓരോ സ്ക്രീൻ പ്രസൻസിലും ദീപക് ദേവിൻ്റെ സംഗീതം നൽകുന്ന ഊർജ്ജവും ഗൂസ് ബംസുകളും വളരെ വലുതാണ്. അംശി നാരായണപിള്ളയുടെ വരിക വരിക സഹചര്യ എന്ന ദേശഭക്തി ഗാനം ലൂസിഫറിൽ വളരെ ഭംഗിയായിട്ട് യൂസ് ചെയ്തിട്ടുണ്ട് ദീപക് ദേവ്. വരിക വരിക സഹചരേ സഹന സമര സമയമായി കരളുറച്ചു കൈകൾ കോർത്ത് കാൽനടയ്ക്കു പോകനാ. ലൂസിഫറിൻ്റെ തിരക്കഥയെക്കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട മലയാളികളുടെ സ്വകാര്യ അഹങ്കാരമായ ലാലേട്ടനിലെ സ്റ്റാർഡത്തെ ഇത്ര നന്നായിട്ട് മുതലെടുത്തൊരു തിരക്കഥകൃത്ത് വേറെ ഇല്ല. മുരളിച്ചേട്ടാ, ഹാറ്റ്സ് ഓഫ് യു. വമ്പൻ താരനിരയുമായിട്ടാണ് ലൂസിഫർ നിങ്ങൾക്ക് മുമ്പിലെത്തുന്നത്. ലേഡി സൂപ്പർ സ്റ്റാറായ മഞ്ജു വാര്യർ, ടോവിനോ തോമസ്, ഇന്ദ്രജിത് സുകുമാരൻ, സായ് കുമാർ, അതുപോലെ സാനി അയ്യപ്പൻ, ഹിന്ദിയിൽ നിന്ന് വിവേക് ഒബ്രോയ്, അങ്ങനെ ഒരുപാട് താരങ്ങളാണ് ലൂസിഫറിൽ നിങ്ങൾക്ക് മുമ്പിലെത്തുന്നത്. ചേട്ടാ, പടം എങ്ങനെയുണ്ട്? സൂപ്പറാണോ? ലാലേട്ടൻ എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളിയായിരുന്നോ? ഓക്കെ ഏട്ടാ. എങ്ങനെയുണ്ട് പൃഥ്വിരാജിൻ്റെ ഫസ്റ്റ് ഡയറക്ടർ? ഓക്കെ ഏട്ടാ, താങ്ക് യു. കണ്ടില്ലേ, ഇതാണ് ലൂസിഫറിന് പബ്ലിക് നൽകുന്ന റിവ്യൂ. വളരെ ചുരുങ്ങിയ കാലം കൊണ്ട് മലയാള സിനിമയിൽ തൻ്റേതായ സാന്നിധ്യം ഉറപ്പിച്ച നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട ടോവിനോ മച്ചാൻ ലൂസിഫറിൽ വന്നു പോകുന്ന ഓരോ സീനിലും പ്രേക്ഷകരുടെ കയ്യടി നേടി ഒരുപാട് പ്രശംസ പിടിച്ചു പറ്റിയിരിക്കുന്നു. ലൂസിഫറിൻ്റെ എഡിറ്റിംഗ് കൈകാര്യം ചെയ്തിരിക്കുന്ന ഷംജിദ് മുഹമ്മദാണ്. അദ്ദേഹത്തിൻ്റെ ഏറ്റവും ബെസ്റ്റ് വർക്ക് എന്ന് തന്നെ പറയാം ലൂസിഫർ. ഈ സിനിമയുടെ സംവിധായകനായ മലയാള സിനിമയുടെ അല്ലെങ്കിൽ നമ്മളുടെ എല്ലാം പ്രിയപ്പെട്ട പൃഥ്വിരാജ് കഴിഞ്ഞ 10-15 വർഷമായി മലയാള സിനിമയിൽ നിറസാന്നിധ്യമായിട്ടുള്ള ഈ അതുല്യ നടൻ മലയാളത്തിൽ മാത്രമല്ല നമുക്കെല്ലാവർക്കും അറിയാവുന്ന പോലെ തമിഴിലും തെലുങ്കിലും ഹിന്ദിയിലും ഒക്കെ പോയി മലയാള സിനിമയ്ക്ക് അഭിമാനമായി മാറിയ നമ്മുടെ പ്രിയപ്പെട്ട നടൻ. അദ്ദേഹത്തിൻ്റെ ആദ്യ സംവിധാന സംരംഭമാണ് ലൂസിഫർ എന്ന് ഒരിക്കൽ പോലും തോന്നുകയില്ലാത്ത വിധത്തിലാണ് അദ്ദേഹം ഇത് നിർത്തിയിരിക്കുന്നത്.
എങ്ങനെയുണ്ടായിരുന്നു ലാലേട്ടനൊക്കെ? ലാലേട്ടൻ ഇപ്പോഴത്തെ പോലെ പക്കാ മാസം നമ്മ ലാലേട്ടൻ്റെ ആളാണ്. നമ്മ എപ്പോഴും ലാലേട്ടൻ ഇടങ്ങിയറായിട്ട് തന്നെ സൂപ്പറായിട്ട് ഉണ്ട്. പൃഥ്വിരാജിന്റെ ഡയറക്ഷനെ കുറിച്ച് എന്താ പറയുന്നത്? എൻ്റെ ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ പുള്ളി ഇത്ര അടുത്ത കഴിവ് വെച്ചൊരു ഇത്ര എക്സ്പീരിയൻസ് കൊണ്ട് പുള്ളി നേടിയെടുത്തത് പറഞ്ഞില്ല. പുള്ളി എപ്പോഴും ഡയറക്ടർ ആകാൻ വേണ്ടിയാണ് ഈ ഫീൽഡിലോട്ട് വന്നതല്ല. പുള്ളി അതനുസരിച്ച് നല്ല പഴമല പെർഫെക്ഷനായിട്ട് നല്ല എടുക്കേണ്ട രീതിയിൽ ഒരു ഫാൻ ബോയ് എന്ന നിലയിൽ പുള്ളി എല്ലാവരും തൃപ്തിപ്പെടുന്ന രീതിയിൽ പടം എടുത്തിട്ടുണ്ട്. അടിപൊളിയാണ്. ഓക്കെ, താങ്ക് യു. ഈ അടുത്ത കാലത്തെങ്കിലും ഇത്രയധികം പോസിറ്റീവ് റിപ്പോർട്ട് കിട്ടിയ ഒരു സിനിമ ഉണ്ടാവില്ല. ഒരു പക്ഷേ മലയാള സിനിമയുടെ ചേട്ടാ ഒരു മിനിറ്റ് ഒന്ന് പറയാമോ, എങ്ങനെയുണ്ടായിരുന്നു ലൂസിഫറിനെ കുറിച്ച്? ലൂസിഫർ നല്ല പടമാണ്, വളരെ നല്ലൊരു പടമാണ്. എന്താ പറയുക, ഇപ്പോൾ ഒരുപാട് മാസ് എലമെൻ്റ് ഉള്ളൊരു പടമാണെങ്കിൽ പോലും ഫാമിലിയെ കൂടി അട്രാക്ട് ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങൾ ഫാമിലിക്ക് കാണാൻ പറ്റുന്ന തീർച്ചയായിട്ടും ഇതൊരു ഫാമിലി ഫിലിം കൂടിയാണ്. കൂടാതെ പൃഥ്വിരാജിൻ്റെ ഒരു മേക്കിംഗ് വളരെ വളരെ ഭംഗിയായിട്ടുണ്ട്, വളരെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. സ്റ്റൺസിലൂടെയാണ് ആക്ഷൻ സൂപ്പറായിട്ടുണ്ട്, വളരെ ഭംഗിയായിട്ടുണ്ട്. അതിലുള്ള ഓരോ സീൻസും വളരെ വളരെ നമുക്ക് എന്താ അത്ര ഭംഗിയുള്ള സീൻസാണ്. സ്റ്റണ്ട് പോലെ തന്നെ ഇതിൽ ക്യാമറ വർക്കൊക്കെ വളരെ ഭംഗിയായിട്ടുണ്ട്, എഡിറ്റിംഗ് സൂപ്പറായിട്ടുണ്ട്. പിന്നെ അതുപോലെ ആ ഒരു മാസ് എലമെൻറ്റ് കൈകാര്യം ചെയ്തിരിക്കുന്ന BGM നമുക്ക് ഗൂസ് ബംസ് ഉണ്ടാക്കുന്നതാണ്. ആ BGMനോടനുബന്ധിച്ചിട്ടുള്ള ലാലേട്ടൻ്റെ ചെറിയൊരു നോട്ടം പോലും നമുക്ക് വളരെ വളരെ രോമാഞ്ചം ഉണ്ടാക്കുന്ന സംഗതികളാണ്. പടം ഒന്നും പറയാനില്ല, കാരണം ഇതിൻ്റെ ക്ലൈമാക്സിനോടനുബന്ധിച്ചിട്ടുള്ളൊരു ചെറിയൊരു സസ്പെൻസ് എലമെൻ്റൊക്കെ ഉണ്ട്. അതിൽ ഒരു ലാലേട്ടൻ്റെ ഒരു ട്രാൻസ്ഫോർമേഷനൊക്കെ ഉണ്ട്, ഒരു ഹോളിവുഡ് ഫോമാറ്റ് നമുക്ക് ഫീൽ ചെയ്യുന്ന രീതിയിൽ അത്രയ്ക്ക് ഭംഗിയായിട്ടുണ്ട്, നല്ല രസമാണ്. വേറെ ഒന്നും പറയാനില്ല, എല്ലാവരും തിയേറ്ററിൽ പോയി കാണുക, അതേ ഉള്ളൂ. താങ്ക് യു. ഈ അഭിപ്രായം തന്നെയാണ് തിയേറ്ററിൽ ഇറങ്ങുന്ന ഓരോ പ്രേക്ഷകനും പങ്കുവയ്ക്കാനുള്ളത്. ലൂസിഫർ ഒരുപക്ഷെ നിങ്ങളെ ആവേശം കൊള്ളിച്ചിരിക്കും തീർച്ചയായും.